വെൽക്കം എവരിവൺ. ലെക്ചർ ഇൻ പോളിടെക്നിക് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന സബ്ജക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ്ലോക്ക് എന്ന ടോപ്പിക്കാണ്. ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ. സോ ആദ്യമായിട്ട് നമുക്ക് ഡെഡ്ലോക്ക് എന്താണെന്ന് നോക്കാം. ഡെഡ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെറ്റ് ഓഫ് ബ്ലോക്ക്ഡ് പ്രോസസ്സസ് ഈച്ച് ഹോൾഡിംഗ് എ റിസോഴ്സ് ആൻഡ് വെയിറ്റിംഗ് ടു അക്വയർ എ റിസോഴ്സ് ഹെൽഡ് ബൈ അനദർ പ്രോസസ് ഇൻ ദ സെറ്റ്. ഒരു സെറ്റ് ഓഫ് പ്രോസസ്സസ് ബ്ലോക്ക്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു പ്രോസസ്സിന് വേണ്ട റിസോഴ്സ് ആ സെയിം സെറ്റിലുള്ള വേറൊരു പ്രോസസ്സ് ഹോൾഡ് ചെയ്തേക്കുവാണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് ഡെഡ്ലോക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ബ്ലോക്കിംഗ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. സോ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 2 ഡിസ്ക് ഡ്രൈവ്സ് ഒരു സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഡിസ്ക് P1 പ്രോസസ്സും അത് ഡിസ്ക് P2 പ്രോസസ്സും ഹോൾഡ് ചെയ്ത് വെക്കുവാണ്. P1 ഉം P2 പ്രൊസീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ 2 ഡിസ്ക് ഡ്രൈവും കിട്ടണം. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അവിടെയും ഒരു ഡെഡ്ലോക്ക് സിറ്റുവേഷൻ എന്ന് പറയാം. ഓക്കെ, P1 നീഡ് ടു പ്രൊസീഡ് only if P2ൻ്റെ കയ്യിലുള്ള ഡിസ്ക് ഡ്രൈവ് കിട്ടിയാൽ മാത്രമേ P1 പ്രൊസീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമിലർലി തിരിച്ചും അങ്ങനെ തന്നെ. ഓക്കെ, ഒരു സൈക്കിളിൽ ബ്ലോക്കിംഗ് വരുന്നു. So bridge crossing example is also an example for deadlock situation, like one directional one-way traffic ആണെന്നുണ്ടെങ്കിൽ it will come into a deadlock situation over here. Then system model. So system model നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ we have a number of resources like this, R1 R2 RM റിസോഴ്സസ് നമുക്കുണ്ട്, റിസോഴ്സ് ടൈപ്സ് ഉണ്ട്. ഓരോ റിസോഴ്സിൻ്റെയും ഇൻസ്റ്റൻസസ് എത്ര ടൈപ്സ് എത്ര നമ്പേഴ്സ് ഉണ്ടെന്നുള്ളത് WA വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഓരോ പ്രോസസ്സിനും ഒരു റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ പോസിബിൾ ത്രൂ ദീസ് സ്റ്റെപ്സ്. ലൈക്ക് ഫസ്റ്റ് യു നീഡ് ടു റിക്വസ്റ്റ് ഫോർ ദ റിസോഴ്സ്, then use the resource, then release the resource. Okay. So coming into the deadlock characterization, there are 4 conditions, namely mutual exclusion, hold and wait, no preemption and circular wait. 4 conditionസും സൈമിൾട്ടേനിയസ് ആയിട്ട് ഒക്കർ ചെയ്യുവാണെങ്കിലാണ്. ഓക്കെ, സൈമിൾട്ടേനിയസ് ആയിട്ട് അത് ഹോൾഡ് ചെയ്യുന്ന 4 കണ്ടീഷൻസ് വരുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഡെഡ്ലോക്ക് സിറ്റുവേഷൻ വിൽ അറൈസ്. ഓക്കെ, സോ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ only one process at a time can use the resource. ഒരു റിസോഴ്സ് അറ്റ് എ ടൈമിൽ ഒരു പ്രോസസ്സിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഹോൾഡ് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇറ്റ് വെയിറ്റിംഗ് ഫോർ അനദർ റിസോഴ്സ് ഹോൾഡ് ബൈ ദ അനദർ പ്രോസസ്. ഓക്കെ, ദെൻ നോ പ്രിയംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് റിസോഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പ്രോസസ്സ് ആ പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ട് മാത്രമാണ് ഹോൾഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സിനെ പ്രിയംപ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ റിലീസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, പ്രിയംഷൻ പ്രോസസ് കോൺസെപ്റ്റ് ഇല്ല. ഓൺലി ആഫ്റ്റർ ദ termination of that process only the resources will be released. So no preemption. Then circular wait എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നമ്പർ ഓഫ് പ്രോസസ്സ് ഉണ്ടെങ്കിൽ P0 പ്രോസസ്സ് P1 പ്രോസസ്സിന് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. Similarly, P1 process waiting for a resource held by the P2 process, and Pn process is waiting for a resource held by the P0 process. Okay, so ആ ഒരു കോൺസെപ്റ്റ് ആ രീതിയിൽ ഇത് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ P0 വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ P1ൽ നിന്നുള്ളൊരു റിസോഴ്സ് വേണം. ഓക്കെ, P1 ഹോൾഡ് ചെയ്തിരിക്കുന്ന റിസോഴ്സ് വേണം. Similarly, Pn ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ P0 ഹോൾഡ് ചെയ്തിരിക്കുന്ന ഒരു റിസോഴ്സ് വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ സർക്കുലർ ഫാഷനിൽ ഇത് വെയിറ്റ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യുന്ന കോൺസെപ്റ്റിനെയാണ് നമ്മൾ സർക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത്. ദെൻ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് വേർട്ടീസസും എഡ്ജസും ഉണ്ടാകും. ഗ്രാഫിൽ വേർട്ടീസസ് എന്ന് പറയുന്നത് പ്രോസസ്സിൻ്റെ ഡിനോട്ട് ചെയ്യുന്ന വേർട്ടീസസ് ഉണ്ടാകും, റിസോഴ്സിനെ ഡിനോട്ട് ചെയ്യുന്ന വേർട്ടീസസ് ഉണ്ടാകും. ആൻഡ് എഡ്ജസ് എന്ന് പറയുന്നത് 2 ടൈപ്പ് എഡ്ജസ് ആണ് വരുന്നത്. ഒന്ന് റിക്വസ്റ്റ് എഡ്ജും ഒന്ന് അസൈൻമെൻറ്റ് എഡ്ജും. റിക്വസ്റ്റ് എഡ്ജ് എന്ന് വെച്ചാൽ ഒരു പ്രോസസ്സ് റിസോഴ്സിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. അസൈൻമെൻറ്റ് എഡ്ജ് എന്ന് വെച്ചാൽ ഒരു റിസോഴ്സ് ഒരു പ്രോസസ്സിന് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അസൈൻ ചെയ്തിട്ടുണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിന് കമ്പോണൻസ് പറയാൻ പറ്റും. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിന് നമ്മൾ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പ്രോസസ്സിനെ ഡിനോട്ട് ചെയ്യുന്ന ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ്. റിസോഴ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈ സ്ക്വയറിൽ നമ്മൾ ഡിനോട്ട് ചെയ്യാനകത്ത് ഓരോ ഇൻസ്റ്റൻസസിനെ ഇങ്ങനെ കാണിക്കുക. അവിടെ 4 ഇൻസ്റ്റൻസസ് ഉണ്ട്. ഓക്കെ, ദെൻ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സ് ഒരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ദാറ്റ് ഈസ് അസൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ റിസോഴ്സ് ലൊക്കേഷൻ ഗ്രാഫിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സ് ഈ ഒരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ഈ ഒരു റിസോഴ്സ് ഈ ഒരു പ്രോസസ്സിനെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നു, ദാറ്റ് ഈസ് അസൈൻമെൻറ്റ് എഡ്ജാണത്. ഓക്കെ, ഈ ഒരു രീതിയിൽ ഈ ഒരു റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെയെല്ലാം ഒരു ഇൻസ്റ്റൻസ് ആണുള്ളത്. ഇവിടെ 2 ഇൻസ്റ്റൻസ് ആണ് ഈ റിസോഴ്സിനുള്ളത്, ഇവിടെ 3 ഇൻസ്റ്റൻസ് ആണുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു
എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ ഇതിനകത്തൊരു ഡെഡ് ലോക്ക് വരുന്നുണ്ട്. കാരണം ഡെഡ് ലോക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിൾ ഫോം ചെയ്യും. ആ സൈക്കിൾ ഫോം ചെയ്യുന്നതിനകത്ത് നമുക്ക് ഓരോ റിസോഴ്സിനും ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ആണ് വരുന്നുള്ളൂവെങ്കിൽ നമുക്ക് ഡെഡ് ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു റിസോഴ്സിന് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആ സൈക്കിളിൽ വരുന്നുണ്ടെങ്കിൽ ഡെഡ് ലോക്ക് വരാനുള്ള ചാൻസ് കുറവാണ്. പോസിബിലിറ്റി ഓഫ് ഡെഡ് ലോക്ക് ഇസ് ലെസ്. ഓക്കെ, സോ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സൈക്കിൾ ഫോം ചെയ്തിരിക്കുന്ന ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു റിസോഴ്സേ ഉള്ളൂ. ഇവിടെ 2 റിസോഴ്സ് ഉണ്ട്, സോറി 2 ഇൻസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് R3ക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ R3 ഓൾറെഡി ഇത് ഹോൾഡ് ചെയ്തേക്കുവാണ്. ഇനി P3 ഹോൾഡ് ചെയ്തേക്കാണ്. P3ക്ക് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ P3ക്ക് ഈ R2 റിസോഴ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് കിട്ടിയാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 2 ഇൻസ്റ്റൻസ് ഉണ്ട്, പക്ഷേ ഒരു ഇൻസ്റ്റൻസ് ഓൾറെഡി ഇവിടെ വെയിറ്റിങ്ങിലാണ്, ഇവിടെ കൊടുത്തേക്കുവാണ്, P2ന് കൊടുത്തേക്കുവാണ്. ഓക്കെ, P2 ഇത് കിട്ടിയാലാണ് P2ന് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് റിലീസ് ആവാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ഈ R2 റിസോഴ്സ് എടുക്കുക, R2ൻ്റെ അതർ ഇൻസ്റ്റൻസ് എടുക്കുകയാണെങ്കിൽ അത് P1ന് കൊടുത്തേക്കുവാണ്. P1ന് പ്രൊസീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ R1ൻ്റെ റിസോഴ്സ് കിട്ടണം. ഓക്കെ, എന്നാൽ മാത്രമേ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2 റിലീസ് ചെയ്ത് കിട്ടാനും ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡെഡ് ലോക്ക് സിറ്റുവേഷൻ വരാം. ഓക്കെ, സോ ഡെഡ് ലോക്കിന് ചാൻസ് ഉണ്ട്. സോ ഈ സൈക്കിൾ ഉണ്ടെങ്കിലും ഡെഡ് ലോക്ക് വരുന്നില്ല. ഇവിടെ ഈ സൈക്കിൾ നിങ്ങൾക്ക് കാണാം, പക്ഷേ ഡെഡ് ലോക്ക് വരുന്നില്ല. കാരണം 2 റിസോഴ്സ് ഇവിടെ കാണാം. ഈ ഒരു റിസോഴ്സ് നമുക്ക് ഫ്രീ ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് അത് ഫ്രീ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റിസോഴ്സിനെ ഇവിടെ അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നവർക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ ബേസിക് ഫാക്ട്സ് എന്ന് പറയുന്നത് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ സൈക്കിൾസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഡ് ലോക്ക് ഇല്ല. ഓക്കെ, സൈക്കിൾസ് വരുവാണെങ്കിൽ ഡെഡ് ലോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കൂടുതൽ ചാൻസ് വരുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റൻസ് പെർ റിസോഴ്സ് ടൈപ്പ് ഉള്ളൂ എങ്കിൽ, ഒരു ഇൻസ്റ്റൻസ് ആണ് ഓരോ റിസോഴ്സ് ടൈപ്പിനുള്ള എങ്കിൽ ഡെഡ് ലോക്ക് വരാൻ എന്തായാലും ഡെഡ് ലോക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. സൈക്കിളും കൂടി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെവറൽ ഇൻസ്റ്റൻസ് ആണ് ഒരു റിസോഴ്സ് ടൈപ്പിനുള്ളതെങ്കിൽ അവരുടെ പോസിബിലിറ്റി ഓഫ് ഡെഡ് ലോക്ക് ആണുള്ളൂ. ഓക്കെ, ചിലപ്പോൾ ഡെഡ് ലോക്ക് വരാൻ, ചിലപ്പോൾ വരാതിരിക്കാം. ഓക്കെ, ദെൻ മെത്തേഡ്സ് ഫോർ ഹാൻഡ്ലിംഗ് ഡെഡ് ലോക്ക്. ഡെഡ് ലോക്കിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്ന് ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എൻഷുർ ദാറ്റ് സിസ്റ്റം ഇൻ നെവർ എൻ്റർ ഇൻ ദ ഡെഡ് ലോക്ക് കയറുന്നതിന് പ്രിവെൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ അലോ ദ സിസ്റ്റം ടു എൻ്റർ ഇൻ ദ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ. ഡെഡ് ലോക്ക് വരുന്നത് അലോ ചെയ്യുക, ദെൻ റിക്കവർ ചെയ്യുക. ഓക്കെ, ദെൻ ഇഗ്നോർ ദ പ്രോബ്ലം ആൻഡ് pretend that the deadlock never occurred in the system. ഓക്കെ, സോ പ്രോബ്ലം ഇഗ്നോർ ചെയ്തിട്ട് നെവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല, ഡെഡ് ലോക്ക് സിറ്റുവേഷൻ വരുന്നില്ലെന്ന് പ്രിറ്റൻഡ് ചെയ്യുക. ദറ്റ് ഈസ് ദ മെത്തേഡ്. സോ ഫസ്റ്റ് വി വിൽ സീ ഡെഡ് ലോക്ക് പ്രിവെൻഷൻ. ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞ 4 കണ്ടീഷൻസ്, സൈമിൾട്ടേനിയസ് ആയിട്ട് 4 കണ്ടീഷൻസ് വരുവാണെങ്കിൽ ഡെഡ് ലോക്ക് വരുന്നതെന്ന് പറഞ്ഞു. സോ അത് ഏതെങ്കിലും വരുന്നതെന്ന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുവാണെങ്കിൽ, ലൈക്ക് ദാറ്റ് വി ക്യാൻ പ്രിവെൻറ്റ് ദ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ. ലൈക്ക് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. ഹോൾഡ് ആൻഡ് വെയിറ്റ് ആൻഡ് നോ പ്രിയംഷൻ ആൻഡ് സർക്കുലർ വെയിറ്റ്. ഈ 4 കണ്ടീഷൻസ് ഏതെങ്കിലും 3-4 കൂടെ വരുവാണെങ്കിൽ, സൈമിൾട്ടേനിയസ്ലി ഒക്കർ ചെയ്യുവാണെങ്കിൽ മാത്രമാണ് ഡെഡ് ലോക്ക് വരത്തുള്ളൂ. സോ ഇത് ഏതെങ്കിലും വയലേറ്റ് ചെയ്യുവാണെങ്കിൽ, ഒക്കർ ചെയ്യാതിരിക്കുവാണെങ്കിൽ ഡെഡ് ലോക്ക് സിറ്റുവേഷൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. And coming to deadlock avoidance, deadlock avoid ചെയ്യാൻ വേണ്ടിയിട്ട് we have to check whether നമ്മുടെ സിസ്റ്റം സേഫ് സ്റ്റേറ്റിലാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. സേഫ് സ്റ്റേറ്റിലാണെന്ന് ചെക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോസസ്സിനെ കണ്ടിന്യൂസ് ഒരു സീക്വൻസിലെ പ്രോസസ്സുകളെല്ലാം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ അതാണ് സേഫ് സീക്വൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു പ്രോസസ്സ് PI എന്ന് പറഞ്ഞ പ്രോസസ്സ് ഒരു റിസോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ, സോ PI ക്യാൻ വെയിറ്റ് അണ്ടിൽ ഓൾ PJ ഹാവ് ഫിനിഷ്ഡ്. ആ ഒരു പർട്ടിക്കുലർ റിസോഴ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ആ റിസോഴ്സ് റിലീസ് ആവണമെന്നുണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ്ലി അവൈലബിൾ അല്ലെങ്കിൽ ബാക്കി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ റിസോഴ്സ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ പ്രോസസ്സ് ഉണ്ടാകും. അത് എൻ്റെ എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റിസോഴ്സ് റിലീസ് ചെയ്യും ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ PI. ഓക്കെ, ആൻഡ് വെൻ PJ ഈസ് ഫിനിഷ്ഡ്, PI can obtain needed resources and execute and return allocated resources and terminate. Okay, and when PI terminates, PI plus 1 അതുപോലെ തന്നെ അതിൻ്റെ needed റിസോഴ്സിനെ obtain ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അത് റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, then the basic facts here is, if the system is in safe സ്റ്റേറ്റിലാണെങ്കിൽ ഡെഡ് ലോക്സ് വരുന്നില്ല. In unsafe state learning, possibility of deadlock is there. Okay, and to avoid what we have to do, ensure that the system will never enter in the unsafe state. Unsafe state is നമ്മുടെ സിസ്റ്റം കയറുന്നില്ല, എൻ്റർ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. ഓക്കെ, സോ ഡെഡ്ലോക്ക് അവോയ്ഡൻസ് അൽഗോരിതംസ് 2 ടൈപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. ഒന്ന് ഈ ഒരു റിസോഴ്സിൻ്റെയും സിംഗിൾ ഇൻസ്റ്റൻസ് ആണുള്ളൂ എങ്കിൽ, സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ് ടൈപ്പ് ആണെങ്കിൽ we will use റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് for avoiding the deadlock, and multiple instances of resource type only we can use Mehinga's algorithm for the purpose of deadlock avoidance. Okay,
So resource allocation graph and the Banger's algorithm we can use. First, resource allocation graph. So resource allocation ഗ്രാഫിൻ്റെ ഓൾറെഡി നമ്മൾ അതിൻ്റെ അഡ്വർട്ടൈസസും അതിൻ്റെ എഡ്ജസ് ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. അതിനകത്ത് ഒരു 2 എഡ്ജസാണ് നമ്മൾ പറഞ്ഞത്, റിക്വസ്റ്റ് എഡ്ജും അസൈൻമെൻറ്റ് എഡ്ജും. അത് കൂടാതെ ക്ലെയിം എഡ്ജും കൂടെ ഇവിടെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ഡെറ്റോക്ക് അവോയ്ഡൻസിലെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ നമ്മൾ പറയുന്നുണ്ട്. സോ ക്ലെയിം എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി ഡിനോട്ടഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഡാഷ്ഡ് ലൈൻസ് ആയിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാം ഈ ആരോയിനെ. സോ ഇതിൻ്റെ മീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടി ക്ലെയിം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് പ്രോസസ് പി ഐ may request the resource RJ. ഓക്കെ, സോ ക്ലെയിം എഡ്ജ് പിന്നീട് റിക്വസ്റ്റ് എഡ്ജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ആൻഡ് റിക്വസ്റ്റ് എഡ്ജ് ഇൻ ഫ്യൂച്ചർ കൺവേർട്ട് ഇൻറ്റു അസൈൻമെൻറ്റ് എഡ്ജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, സോ ഈ അസൈൻമെൻറ്റ് എഡ്ജ് വൺസ് ദ പ്രോസസ്സ് ആ റിസോഴ്സിനെ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അസൈൻമെൻറ്റ് എഡ്ജിനെ തിരിച്ച് റീകൺവേർട്ട് ചെയ്ത് ക്ലെയിം എഡ്ജ് ആവും. ഓക്കെ, സോ ദിസ് ഈസ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് ഫോർ ഡെഡ്ലോക്ക് അവോയ്ഡൻസ്, ആൻഡ് യു ക്യാൻ സീ ദ റിസോഴ്സ് അലോക്കേഷൻ ഓവർ ഹിയർ ഗ്രാഫ് ഓവർ ഹിയർ. ഇവിടെ R1 എന്ന് പറയുന്ന റിസോഴ്സിനെ P1 അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്, അസൈൻ ചെയ്തിട്ടുണ്ട്. ഹിയർ P1 ഈസ് ക്ലെയിമിംഗ് ദ റിസോഴ്സ് R2, ആൻഡ് ഹിയർ P2 ഈസ് ഓൾസോ ക്ലെയിമിംഗ് ദ റിസോഴ്സ് R2, ആൻഡ് P2യുടെ R1 റിസോഴ്സിനെ റിക്വസ്റ്റും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ അൺസേഫ് സ്റ്റേറ്റ്. ഇവിടെ ഒരു സൈക്കിൾ വരുന്നുണ്ട്. ഇവിടെ P2 R1 റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നു. R1 ഈസ് ഓൾറെഡി അലോക്കേറ്റഡ് ടു P2 P1. ഓക്കെ, ദെൻ R2 റിസോഴ്സിനെ ക്ലെയിം ചെയ്തിട്ടുണ്ട് P1. സിമിലർലി R2നെ ഓൾറെഡി ഇവിടെ ആ P2നെ അസൈൻ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, സോ ഈ ഒരു കേസിൽ അൺസേഫ് സ്റ്റേറ്റ് ആണ് ഇവിടെ ക്ലോക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഡെഡ്ലോക്ക് ഈസ് ഹാപ്പനിങ് ഓവർ ഹിയർ. ദെൻ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോസസ്സ് ഒരു റിസോഴ്സിനെ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിക്വസ്റ്റ് ഗ്രാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിക്വസ്റ്റ് എഡ്ജിനെ അസൈൻമെൻറ്റ് എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, ആ റിക്വസ്റ്റ് എഡ്ജിനെ അസൈൻമെൻറ്റ് എഡ്ജായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് സൈക്കിൾ ഫോർമേഷൻ അവിടെ റിസൾട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് അൽഗോരിതം വർക്ക് ചെയ്തത്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് വരും. റിസോഴ്സിന് മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് വരുന്നതാണ് ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ പ്രോസസ് റിക്വസ്റ്റ് എ റിസോഴ്സ് ഇറ്റ് മേ ഹാവ് ടു വെയിറ്റ് for the resource. When a process gets all its resource, it must return all them in a finite amount of time. അപ്പോൾ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സിനെ എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അത് എൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഫൈനൈറ്റ് എമൗണ്ട് ഓഫ് ടൈമിനുള്ള ആ റിസോഴ്സിനെ എല്ലാം റിട്ടേൺ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം വേരിയസ് ഡേറ്റ സ്ട്രക്ചേഴ്സ് വി ആർ യൂസിങ് ഫോർ ബാങ്കേഴ്സ് അൽഗോരിതം ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ നമുക്ക് n നമ്പർ ഓഫ് പ്രോസസ്സസും അതുപോലെ m നമ്പർ ഓഫ് റിസോഴ്സ് ടൈപ്സും ഉണ്ടാവും. അപ്പം എത്ര റിസോഴ്സ് ഓരോ റിസോഴ്സ് ടൈപ്സ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളതാണ് അവൈലബിൾ കൊണ്ട് കാണിക്കുന്നത്. മാക്സിമം എന്ന് കാണിക്കുമ്പോൾ ഓരോ പ്രോസസ്സിനും ഓരോ ടൈപ്സ് ഓഫ് റിസോഴ്സ് എത്ര എണ്ണം മാക്സിമം വേണം എന്നുള്ളത് ഓൾറെഡി ഇപ്പോൾ അലോക്കേറ്റ് ചെയ്ത എന്തോരം ഉണ്ട്. ഓരോ പ്രോസസ്സിനും ഓരോ റിസോഴ്സ് ടൈപ്സും അലോക്കേറ്റ് ചെയ്ത എന്തോരം അലോക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തോരം വേണം എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതാണ് നീഡ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം മൈനസ് അലോക്കേഷൻ ചെയ്താൽ മതി, നീഡ് കിട്ടും. ഓക്കെ, and similarly this Banger's algorithm has two parts. ഒന്ന് safety algorithm and resource request algorithm. ഈ രണ്ട് പാർട്ട് കൂടിയാണ് നമ്മുടെ ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് പറയുന്നത്. സേഫ്റ്റി അൽഗോരിതത്തിൽ നമ്മൾ സേഫ് സ്റ്റേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ സേഫ് സ്റ്റേറ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഈ ഒരു സേഫ്റ്റി അൽഗോരിതം യൂസ് ചെയ്ത് നമ്മളുടെ പർട്ടിക്കുലർ റിസോഴ്സസ് വെച്ചിട്ട് അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് നമ്മളുടെ ആ ഒരു പ്രോസസ്സിനെ എല്ലാം സേഫ് സീക്വൻസ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. സിമിലർലി റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതത്തിനകത്താണ് ഈ ഒരു പാർട്ടിലാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, റിസോഴ്സസിനെ പ്രോസസ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ച് അലോക്കേറ്റ് ചെയ്യുന്നത്. സോ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവൈലബിൾ ആയിട്ട് നമുക്ക് റിസോഴ്സസ് ഉണ്ട്. അവൈലബിൾ റിസോഴ്സസിൽ നിന്നായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. സോ അലോക്കേറ്റ് ചെയ്ത് വൺസ് എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അലോക്കേറ്റ് ചെയ്തതിനെ നമ്മൾ തിരിച്ച് നമ്മളുടെ അവൈലബിളിലേക്ക് ആഡ് ചെയ്തു എന്നിട്ടായിരിക്കും പ്രൊസീഡ് ചെയ്യുന്നത്. സോ യു ക്യാൻ ഗോ ത്രൂ ദിസ് ഈസ് ദ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. ദിസ് ഈസ് ദ പാർട്ട് ഓഫ് ബാങ്കേഴ്സ് അൽഗോരിതം. ഓക്കെ, സോ ഇറ്റ് ഹാസ് ടു പാർട്ട്, സേഫ്റ്റി അൽഗോരിതം ആൻഡ് ദ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ എക്സാമ്പിൾ ഓഫ് ബാങ്കേഴ്സ് അൽഗോരിതം, നമുക്ക് 5 പ്രോസസ്സ് ഉണ്ട്. P0 to P4, 3 റിസോഴ്സ് ടൈപ്സ് ഉണ്ട്, A, B, C. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ P0 P4ൻ്റെ അലോക്കേഷൻ മെട്രിക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അലോക്കേഷൻ മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എയുടെ 0 ഇൻസ്റ്റൻസ് ആണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ, ബിയുടെ 1 ഇൻസ്റ്റൻസ്, അങ്ങനെ ഓരോന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അലോക്കേറ്റഡ് ആയിട്ടുണ്ട്. ഇനി മാക്സിമം ഇത്രയാണ് വേണ്ടത്. അപ്പോൾ നീഡ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ഇതിൽ നിന്ന് മൈനസ് അലോക്കേഷൻ ചെയ്ത് നീഡ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ദെൻ അവൈലബിൾ ഇവിടെ തന്നിട്ടുണ്ട് 332 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നീഡ് നമ്മളിവിടെ കണ്ടുപിടിച്ചു. ദിസ് ഇസ് ദ നീഡ്. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മാക്സ് മൈനസ് അലോക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ നീഡ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് അലോക്കേഷൻ ഏത് ഓർഡറിൽ നമുക്ക്, ഇതാണ് ഇവിടുത്തെ ഒരു സേഫ്
സീക്വൻസ് എന്ന് പറയുന്നത് P3, P1, P3, P4, P2, P0. സോ ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ് ഇവിടെ ഉള്ളത് 332 ആണ്. ഓക്കെ, 332 ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മളിപ്പം അതനുസരിച്ച് ഇവിടെ നമുക്ക് നീഡഡ് ആയിട്ടുള്ളത് ഇത് നമുക്ക് P0 അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് വെച്ച്. അപ്പോൾ നമുക്ക് P1 വേണമെങ്കിൽ അലോക്കേറ്റ് ചെയ്യാം. സോ P1 അലോക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1 2 2 വെച്ചിട്ട് P1 അലോക്കേറ്റ് ചെയ്യുമ്പോൾ ബാക്കി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 1 0. ഓക്കെ, സോ ഇത്രയാണ് ബാലൻസ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇനിയിപ്പം ഇവിടെ വേറെ ഒന്നും അലോക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഈ ഒരു P1 പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും P1 പ്രോസസ്സിൻ്റെ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് റിട്ടേൺ ചെയ്യും. ഈ നമ്മൾ അലോക്കേറ്റ് ചെയ്തതും അതുപോലെ തന്നെ നേരത്തെ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തതും റിട്ടേൺ ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് ബാക്കി നമ്മുടെ അവൈലബിൾ റിസോഴ്സസ് കൂടും. ഓക്കെ, അവൈലബിൾ റിസോഴ്സസ് കൂടുമ്പോഴത്തേക്കും ഇവിടെ ഇപ്പം ഇത് റിട്ടേൺ ചെയ്ത് നമ്മളിപ്പോൾ അസൈൻ ചെയ്തതിൽ അലോക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ P1 പ്രോസസ്സിനും ബാക്കിയായിട്ട് അലോക്കേറ്റ് ചെയ്തത് 200 ആയിരുന്നു. അപ്പോൾ 200 കൂടെ ഇവിടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഇനി P2 വേണമെങ്കിൽ അലോക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ P3 വേണമെങ്കിൽ അലോക്കേറ്റ് ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് P3 ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ P3യുടെ 0 1 1 ആണ് വേണ്ടത്. സോ അത് അലോക്കേറ്റ് ചെയ്തു. അത് തിരിച്ച് കിട്ടും. പിന്നെ P3യുടെ റിമൈനിങ് ആയിട്ടുള്ളതും കൂടെ നമുക്ക് ഇവിടെ റിമൈനിങ് അത് നേരത്തെ അലോക്കേറ്റ് ചെയ്തായിരുന്നു 2 1 1 കൂടെ ഇവിടെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ ആ ഒരു ഓർഡറിൽ P1 P3 അല്ലെങ്കിൽ P2 വേണമെങ്കിൽ ഇവിടെ ചെയ്യാമായിരുന്നു. ഇവിടെ ചെയ്തിരിക്കുന്ന P1 P3 P4 P2 P0 ഈ മാനറിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്ത് കിട്ടാം. ഓക്കെ, അപ്പോൾ ഇതൊരു സേഫ് സീക്വൻസ് ആണ്. അപ്പോൾ ഇവിടെ ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അലോ ദ സിസ്റ്റം ടു എൻ്റർ ഇൻ ടു ദ ഡെഡ്ലോക്ക് സ്റ്റേറ്റ്. ഡിറ്റക്ഷൻ അൽഗോരിതം യൂസ് ചെയ്ത് നമ്മൾ ഡെഡ്ലോക്ക് ഡിറ്റക്ട് ചെയ്യുന്നു. ദെൻ റിക്കവർ ദ using the recovery scheme we can recover from the deadlock. Okay, so ഇവിടെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഡെഡ്ലോക്ക് ഡിറ്റക്ഷന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ഫോർ ഗ്രാഫ് യൂസ് ചെയ്യാം. ഓക്കെ, വെയിറ്റ് ഫോർ ഗ്രാഫ്. സോ വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് വെച്ചാൽ റിസോഴ്സ് ലൊക്കേഷൻ ഗ്രാഫിന് തന്നെയാണ്. അതിന് വേറൊരു രീതിയിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറയുന്നത്. യു ഹാവ് നോട്ട്സ് ആർ പ്രോസസ്. നോട്ട്സ് ഇവിടെ പ്രോസസ്സസ് ആയിരിക്കും. P1 Pi to Pj എന്ന് പറഞ്ഞാൽ Pi is waiting for Pj. Pjക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്നാണ് ഇങ്ങനെ ഒരു ഫ്ലോയിങ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ പീരിയോഡിക്കലി ഇൻവോക്ക് ആൻ അൽഗോരിതം ദാറ്റ് സെർച്ചസ് ഫോർ എ സൈക്കിൾ ഇൻ എ ഗ്രാഫ്. ഇഫ് ദെർ ഇസ് എ സൈക്കിൾ ദെർ എക്സിസ്റ്റ് എ ഡെഡ്ലോക്ക്. അപ്പോൾ വെയിറ്റ് ഫോർ ഗ്രാഫിൽ ഒരു സൈക്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഡെഡ്ലോക്ക് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു വെയിറ്റ് റിസോഴ്സ് ലൊക്കേഷൻ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് ഫോർ ഗ്രാഫ് ഇതാണ്. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ നമ്മൾ റിസോഴ്സ് ഒന്നും വരുന്നില്ല. വെയിറ്റ് ഫോർ ഗ്രാഫിൽ ഓൺലി പ്രോസസ്സസ്. One instance of resource type പറയുവാണെങ്കിൽ we have this different data structures like available, allocation, request. ഇത് ഓൾറെഡി നമ്മൾ കണ്ടാണ് അവൈലബിളും അലോക്കേഷനും. റിക്വസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇനി നമുക്ക് എത്ര സോഴ്സിൻ്റെ റിക്വസ്റ്റ് ഓരോ പ്രോസസ്സും കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് റിക്വസ്റ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഡിറ്റക്ഷൻ അൽഗോരിതത്തിനകത്ത് വരുന്നത് ഫസ്റ്റ് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള നമ്മളുടെ റിസോഴ്സസ് ഉണ്ട്. സോ അവൈലബിൾ റിസോഴ്സസ് വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. നമുക്ക് ഓൾറെഡി റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നു. അതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് അവൈലബിൾ വെച്ചിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് കുറവാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സോ വി ക്യാൻ അലോക്കേറ്റ് ദ സെയിം. അലോക്കേറ്റ് ചെയ്ത് ഈ ഒരു അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് വിൽ ബി കംപ്ലീറ്റഡ് ടു ദ പ്രോസസ്സസ്. ഓക്കെ, സോ എക്സാമ്പിളും സിമിലർ ടേബിളിലൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ അലോക്കേഷനും അതുപോലെ റിക്വസ്റ്റും തന്നിട്ടുണ്ട്. അതിന് അവൈലബിൾ റിസോഴ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഈ അവൈലബിൾ റിസോഴ്സിൽ നമുക്ക് എങ്ങനെ ഫ്രീ ആക്കാം. ഇപ്പോൾ ഈ ഒരു കേസിലാണെങ്കിൽ ഇത് റിക്വസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഈ ഒരു P0 ഫിനിഷ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് റിലീസ് ചെയ്യും. അത്ര റിസോഴ്സ് റിലീസ് ചെയ്തു. ഇത്ര റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത നമുക്ക് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെയും റിക്വസ്റ്റ് ഇല്ല. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇതും കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്ത് ഇതുങ്ങളെ നമുക്ക് ഫ്രീ ആക്കാൻ പറ്റും. സോ ഇതും ഫ്രീ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിമൈനിങ് ഉള്ളത് ഇത്രയാണ്. ഓക്കെ, ഇത്ര റിസോഴ്സ് ആണുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കി P1 P3 ഒക്കെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെങ്കിൽ P1 P3 വേണമെങ്കിൽ ചെയ്യാം. സോ ഹിയർ ഇവിടെ സേഫ് സീക്വൻസിൽ വന്നിരിക്കുന്ന P3 ആണ്. P3 എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും 100 ആയിരുന്നു. സോ 100 വെച്ച് നമ്മൾ അലോക്കേറ്റ് ചെയ്തു. അത് ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് 311 നമുക്കിവിടെ ഫ്രീ ആയി കിട്ടും. 311 ഫ്രീ ആയി കിട്ടി. സോ ദിസ് മച്ച് വി വിൽ ഗെറ്റ്. ബാക്കി ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള അത്രയും കിട്ടി. പിന്നെ അടുത്ത P1 വേണമെങ്കിൽ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. 202 ആണ്. 202 അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ബാക്ക് തിരിച്ച് നമുക്ക് 402 തിരിച്ച് കിട്ടും. 402 കിട്ടി. ഓക്കെ, സോ ഇത്രയും നമുക്ക് തിരിച്ച് കിട്ടി. ഓക്കെ, അങ്ങനെ ഓരോന്നും നമുക്ക് ഈ ഒരു ഓർഡറിൽ അടുത്ത P4 എക്സിക്യൂട്ട് ചെയ്യാം. P4 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ബാക്കി 004 വരെ നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, സിമിലർലി ആ ഒരു മാനറിൽ നമുക്ക് സേഫ് സീക്വൻസിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും.
ഇത് നമ്മൾ പറയാൻ പോകുന്നത് റിക്കവറി ഫ്രം ഡെഡ്ലോക്ക്. സോ ഡെഡ്ലോക്കിൽ നിന്ന് നമുക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ പ്രോസസ് ടെർമിനേഷൻ ആണ്. സോ അബൌട്ട് ഓൾ ഡെഡ്ലോക്ക് പ്രോസസ്, എല്ലാ ഡെഡ്ലോക്ക് പ്രോസസ്സിനെ അബോട്ട് ചെയ്യുക. ഓക്കെ, എൻ്റെ ഓപ്പറേഷൻ അബോട്ട് ചെയ്യുക. സോ അബൌട്ട് വൺ പ്രോസസ് അറ്റ് ടൈം അണ്ടിൽ ദ ഡെഡ്ലോക്ക് സൈക്കിൾ ഈസ് എലിമിനേറ്റഡ്. ഓരോന്ന് 1 by 1 ആയിട്ട് പ്രോസസ് അബോട്ട് ചെയ്യുമ്പോഴത്തേക്കും എവിടെയാണ് ഡെഡ്ലോക്ക് സൈക്കിൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യുന്ന അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ ഇൻ വിച്ച് ഓർഡർ ഷുഡ് ബി പ്രോസസ് ചൂസ് ദ അബോട്ട് പ്രോസസ് ചെയ്യുന്ന പ്രോസസ്സ് ഏത് രീതിയിൽ ഏത് പ്രോസസ്സിന് അബോട്ട് ചെയ്യണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി വി ക്യാൻ ഗോ ഫോർ ദീസ് മെനി ഓപ്ഷൻസ്. റിക്കവറി ഫ്രം ദ ഡെഡ്ലോക്ക് ബേസ്ഡ് ഓൺ റിസോഴ്സ് പ്രിയംഷൻ. ഇപ്പോൾ നമ്മൾ കണ്ട പ്രോസസ് ടെർമിനേഷനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് റിസോഴ്സ് പ്രിയംഷനെ ബേസ് ചെയ്ത്. സോ ഇവിടെ നമുക്ക് റിസോഴ്സ് പ്രിയംഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു വിക്ടിം ആയിട്ടുള്ള ഒരു പ്രോസസ് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, സോ ദെൻ റോൾ ബാക്ക്, റിട്ടേൺ ടു സം state, restart the process for that state. Then next we will discuss the model questions. First question is Dijkstra's bagging algorithm in an operating system solves the problem of Bankers algorithm. നമ്മൾ പറഞ്ഞാൽ Bankers algorithm is for deadlock avoidance. So option A is the correct answer. Then two shared processes or resources R1, R2. R1, R2, two shared resources used by process P1, P2. Each process has a certain priority for assigning each resource. Tij denotes the priority of Pi for resource for accessing Rj. Rj is also accessing Pi processor. A process Pi can snatch a resource Rk from process Pj if Tik is greater than Tjk. അപ്പോൾ അതിന് പ്രയോറിറ്റി കൂടുതലായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗിവൺ ദ ഫോളോയിങ്, ഇവിടെ T11 ഫസ്റ്റ് പ്രോസസ് വണ്ണിൻ്റെ റിസോഴ്സ് 1 ആക്സസ് ചെയ്യാനുള്ള പ്രയോറിറ്റിയാണ് T11 എന്ന് കാണിക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ T21. ഓക്കെ, ആൻഡ് T12 ഈസ് ഗ്രേറ്റർ ദാൻ T22 and T11 is less than T21 and T12 is less than T22. Which of the following condition ensures that P1 and P2 can never deadlock? Priority കൂടുതലുള്ള കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ പ്രയോറിറ്റി ഗ്രേറ്റർ കേസ്. T11 എന്ന് പറയുമ്പോഴത്തേക്കും P1ൻ്റെ പ്രയോറിറ്റി P2വിനേക്കാളും കൂടുതലാണ്. ആൻഡ് ഹിയർ ഓൾസോ P1ൻ്റെ പ്രയോറിറ്റി P2വിനേക്കാളും കൂടുതലാണ്. ഇത് രണ്ടും ലെസ് ആണ്. സോ ഈ ഫസ്റ്റ് രണ്ട് കേസസ് ആണ് നമുക്ക് ഡെഡ്ലോക്ക് വരാതിരിക്കാനുള്ള സിറ്റുവേഷൻ. സോ ദ ഓപ്ഷൻസ് ഹിയർ ഈസ് 1 and 2. Okay, so option C is the correct answer. Then next question, what is the minimum number of units of resource are required such that no deadlock will never occur in an operating system containing 5 user processes each requiring 2 units. 5 പ്രോസസ്സ് ഉണ്ട്, 2 യൂണിറ്റ് വേണം റിസോഴ്സിൻ്റെ. സോ മാക്സിമം നമുക്ക് 5 എന്ന് പറഞ്ഞാൽ ഈവൻ ഓഡ് നമ്പേഴ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട, ഈവൻ നമ്പേഴ്സ് കൺസിഡർ ചെയ്യാം. ഈവൻ നമ്പേഴ്സിൽ 6 ആണ് ഇവിടെ ഏറ്റവും ചെറുത് വന്നിരിക്കുന്നത്. സോ 3 പ്രോസസ്സിനെ നമുക്ക് അറ്റ് എ ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ പറ്റും. അതിൻ്റെ തന്നെ വേറെ ഒന്ന് റിലീസ് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത 4th പ്രോസസ്സിനെ കൊടുക്കാൻ പറ്റുന്നത്. സോ യു ക്യാൻ ഓപ്ഷൻ ബി ഹിയർ. ഓക്കെ, 6 നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് പറയാം. ദെൻ Bankers algorithm is used to പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിവെൻറ്റ് ദ ഡെഡ്ലോക്ക് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഡിറ്റക്ട് ചെയ്യാനല്ല, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് Bankers algorithm യൂസ് ചെയ്യുന്നത്. Option B is the correct answer. So with this we will wind up. Thank you.